എന്നാൽ ഇനിയൊരു കഥ ഉര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. എന്നാൽ ഇനിയൊരു കഥ ഉര ചെയ്യാം എന്നുടെ ഗുരുവരൻ അരുളിയ പോലെ. ഓട്ടൻ തുള്ളലിൽ പലതും പറയും അതുകൊണ്ടാരും കോപിക്കരുത്. ഓട്ടൻ തുള്ളലിൽ പലതും പറയും അതുകൊണ്ടാരും കോപിക്കരുത്. അല്ല, ആരായി വരണേ? മന്ത്രി വീണ ജോർജോ? മിനിസ്റ്ററെ, കാര്യങ്ങളൊക്കെ എങ്ങനെ പോടും? ആരോഗ്യമൊക്കെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? നാടിന്റെ ആരോഗ്യമന്ത്രിക്ക് സ്വന്തം ആരോഗ്യം നോക്കി നടക്കേണ്ട ഗതികേട് എങ്ങനാ? നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. നമ്മുടെ ശംഖുവിന്റെ ബിർനാണി കൊതി കാരണം അങ്കണവാടി ടീച്ചർമാരെല്ലാം തൃശങ്കുവിലാണ് എന്നാണ് കേൾവി. ആരോഗ്യമന്ത്രി വീണ ജോർജ് കയ്യടി കിട്ടാൻ പറഞ്ഞ കള്ളക്കഥയും കേട്ട് പാവം നമ്മുടെ ചക്കര കുഞ്ഞുങ്ങൾ വായിൽ വെള്ളവും ഓടിച്ച് അങ്കണവാടിയിലെത്തി. പക്ഷേ എന്താ കഥ? സാധനം ബിരിയാണി ആയിരുന്നു കൊച്ചമ്മ ഉദ്ദേശിച്ചതെന്ന്. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. റേഷനരിയും പുഴുക്കലരിയും കാലം കഴിഞ്ഞും വയറു നിറയ്ക്കും വാഗ്ദാനങ്ങൾ കയ്യടി വാങ്ങി മന്ത്രി കൊച്ചമ്മ പാട്ടിനും പോയി. റേഷനരിയും പുഴുക്കലരിയും കാലം കഴിഞ്ഞും വയറു നിറയ്ക്കും വാഗ്ദാനങ്ങൾ കയ്യടി വാങ്ങി മന്ത്രി കൊച്ചമ്മ പാട്ടിനും പോയി. ബിർനാണി കൊടുക്കാൻ ഫണ്ടില്ലയ്യോ, പറയാനല്ല നമുക്കും പറ്റൂ. മെസ്സിക്കായി കോടി മുടക്കാം, പിള്ളേരങ്ങനെ നോക്കിയിരുന്നോ. പുഴുക്കലരിയും റേഷനരിയും പയറും മാവും കിട്ടുന്നില്ലേ, പാറ്റയും പല്ലിയും എലികളും ഒപ്പം കിട്ടിയാലെന്താ കിട്ടുന്നില്ലേ. പുഴുക്കലരിയും റേഷനരിയും പയറും മാവും കിട്ടുന്നില്ലേ, പാറ്റയും പല്ലിയും എലിയും ഒപ്പം കിട്ടിയാലെന്താ കിട്ടുന്നില്ലേ. പിന്നെ ഈ റേഷനരിയും എലിയും പാറ്റയും പല്ലിയും ഒന്നുമില്ലാത്ത നെയ്യും കടലയും അണ്ടിപ്പരിപ്പും ഇട്ട ബിരിയാണി കിട്ടും. എവിടാ? 2 3 കൊലപാതകവും ഇത്തിരി തല്ലും പീഡന കേസും ഇത്രയും ഒന്ന് പോക്കറ്റിലായാൽ സർക്കാർ ചെലവിൽ ബിരിയാണി തിന്നാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. ശിശുക്ഷേമ വകുപ്പ് മന്ത്രി വീണ ചേച്ചി ബിരിയാണി എങ്ങനെ കൊടുക്കണമെന്നാ ടീച്ചറാ പറഞ്ഞത്? ബിരിയാണി കൊടുക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ റേഷൻ അരി വെച്ചിട്ട് ബിരിയാണി കൊടുക്കാനാണ് അന്ന് പറഞ്ഞത്. റേഷൻ അരി കൊണ്ടുള്ള ബിരിയാണി കുട്ടി കഴിക്കൂല. റേഷനരി പുഴുങ്ങി ബിരിയാണി കൊടുക്കാൻ പറഞ്ഞ മന്ത്രി കൊച്ചമ്മയ്ക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് ടീച്ചർ പറ. ബിരിയാണിക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ? ബിരിയാണിയിൽ അരി പുഴുങ്ങി കൊടുക്കുന്നതാണോ ബിരിയാണി? ശിശുക്കളുടെ ക്ഷേമം നോക്കാൻ ഫണ്ടില്ലയ്യോ, പണമില്ലയ്യോ. ഫോട്ടോഷൂട്ടും പൊളി വാഗ്ദാനവും ക്രെഡിറ്റ് അടിക്കലും കെങ്കേമം തന്നെ. ശിശുക്കളുടെ ക്ഷേമം നോക്കാൻ ഫണ്ടില്ലയ്യോ, പണമില്ലയ്യോ. ഫോട്ടോഷൂട്ടും പൊളി വാഗ്ദാനവും ക്രെഡിറ്റ് അടിക്കലും കെങ്കേമം തന്നെ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. നേരത്തെ സ്കൂളുകളിൽ കൊടുക്കേണ്ട ഉച്ചഭക്ഷണം പ്രധാന അധ്യാപകന്മാര് കണ്ടെത്തണം എന്ന് പറഞ്ഞ മുതലുകളാ ഇപ്പോ നക്കാപ്പിച്ച ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന പാവം അംഗനവാടി ജീവനക്കാർക്ക് മന്ത്രി കൊച്ചമ്മ ഫോട്ടോഷൂട്ട് നടത്തിയതേ 8ന്റെ പണിയും കൊടുത്തു. ഒരു അംഗനവാടി ടീച്ചറിന്റെ ശമ്പളത്തേക്കാൾ രൂപയ്ക്ക് മേക്കപ്പ്, ബെത്ത, ചികിത്സാ ചെലവും എല്ലാം നികുതി പണം കൊണ്ട് ഉപയോഗിക്കുന്ന മന്ത്രി കൊച്ചമ്മമാരും കൊച്ചാപ്പന്മാരും മെസ്സിയണ്ണൻ വരുന്ന ഉറപ്പ് പറയും മുമ്പ് 140 കോടി കൊണ്ട് തള്ളിയവരും എല്ലാം കൂടി മനസ്സ് വച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. പക്ഷേ വക്കില്ല. തള്ളാനല്ലേ ഞങ്ങൾക്ക് പറ്റൂ, അത് താങ്ങാനയ്യോ പറ്റില്ലല്ലോ. കണ്ട ഗോവിന്ദച്ചാമിമാർക്കും ക്രിമിനലുകൾക്കും കൊടുക്കുന്നതിൽ നിന്ന് അടിച്ചു മാറ്റിയെങ്കിലും ആ പാവം കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം കൊടുക്കണം മന്ത്രിയമ്മേ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ.